കേരളത്തിലെ ടൂറിസം മേഖലയെ ആകെ തകർക്കുന്ന നിർദ്ദേശങ്ങളാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. ടൂറിസ്റ്റ് വണ്ടികൾക്ക് 6 ഇരട്ടി നികുതി വർധനവ് എന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചിയിൽ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ റാലി സംഘടിപ്പിച്ചത്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ഏപ്രിൽ മുതൽ രജിസ്റ്റർ ചെയ്യുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ 5 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് 7%, 10 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് മൊത്തം വിലയുടെ 12%, 10 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് 17% നികുതി എന്നിങ്ങനെയാണ് നൽകേണ്ടത്. ഈ തീരുമാനവുമായി മുന്നോട്ടു പോയാൽ പുതിയ വാഹനങ്ങൾ ടൂറിസ്റ്റ് മേഖലയിൽ നിരത്തിലിറങ്ങാത്ത സാഹചര്യം ഉണ്ടാകും. നിലവിലുള്ള വാഹനങ്ങൾക്ക് 5 വർഷത്തെ നികുതി ഒറ്റയടിക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശവും പ്രായോഗികമല്ല എന്ന് സംഘടനാ പ്രതിനിധികൾ പറയുന്നു. ഈ 6 ഇരട്ടി തുക വെച്ചുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട സ്ഥിതിവിശേഷം വന്നാൽ ടാക്സി വാഹനങ്ങൾ ഏപ്രിൽ 1 മുതൽ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടാവുകയില്ല. ടൂറിസ്റ്റ് സെഗ്മെന്റിൽ കേരളത്തിലെ ടൂറിസം വ്യവസായം നമുക്ക് വളരെയേറെ വരുമാനം നേടിത്തരുന്ന ഒരു മേഖലയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം പൊന്മുട്ടയിരുന്ന താറാവിനെ കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ ഗുണനിലവാരമുള്ള ഹോട്ടലുകളുടെ അപര്യാപ്തത മൂലം ടൂറിസം മേഖല ക്ഷീണത്തിലാണ്. ടാക്സി മേഖലയിലെ നികുതി പരിഷ്കാരങ്ങൾ കൂടിയാകുമ്പോൾ ടൂറിസം രംഗം പ്രതിസന്ധിയിലാകും. പലതരത്തിലുള്ള ചൂഷണങ്ങൾ കേരളത്തിലെ അംഗീകൃത ടൂറിസം ടാക്സി മേഖല നേരിടുന്നുണ്ട്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ടൂറിസ്റ്റുകളുമായി പോയാൽ ഒരാൾക്ക് 600 രൂപയെങ്കിലും നികുതി ഇനത്തിൽ നൽകണം. ഇതിനെല്ലാം പുറമെയാണ് കേരളത്തിൽ നികുതി ഇനത്തിലെ പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ. ഹർത്താൽ ദിനത്തിൽ പോലും ടൂറിസ്റ്റുകളെ സഹായിക്കാനായി നിരത്തിലിറങ്ങാറുള്ള ടൂറിസ്റ്റ് ടാക്സി മേഖലയ്ക്ക് സർക്കാർ തന്ന ഇരുട്ടടിയാണ് ബജറ്റ് നിർദ്ദേശങ്ങളെന്നാണ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലപാട്. ഇന്ത്യ വിഷൻ, കൊച്ചി.